നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ജില്ലയിലെ കൽപ്പറ്റ സീറ്റ് ആവശ്യപ്പെടാനൊരുങ്ങി മുസ്ലിം ലീഗ്. ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി വിഷയം സംസ്ഥാന കമ്മിറ്റിയെ അറിയിച്ചതായാണ് സൂചന. കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ നേതൃയോഗത്തിൽ വിഷയം ചർച്ച ചെയ്തു. കൽപ്പറ്റ മണ്ഡലത്തിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും ലീഗിന് ഭൂരിപക്ഷമുണ്ട് എന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഫൈസൽ, ഇതിപ്പോൾ കൽപ്പറ്റ സീറ്റ് വേണം എന്നുള്ളൊരു ആവശ്യമാണ് ലീഗ് മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം, ടി സിദ്ദിഖ് MLA ആണ് അവിടെ ഉള്ളത്. അദ്ദേഹം തന്നെ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതകളുമാണ് നമ്മൾ കാണുന്നത്. സീറ്റ് വിട്ടുകൊടുക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? അമൃത, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുൻപ് ചോദ്യം ചോദിച്ച സമയത്ത് മുന്നണി ചർച്ചകൾ തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചു വരും. പക്ഷേ എന്നാൽ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ചേർന്ന മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയിലാണ് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചത്. കൽപ്പറ്റ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ആ സീറ്റ് മുസ്ലിം ലീഗ് ചോദിക്കണം എന്നുള്ള ഒരു ആവശ്യം മുസ്ലിം ലീഗ് ജില്ലാ നേതാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെടുകയും കൃത്യമായിക്കൊണ്ട് ഒരു റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനമായി അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ 227 തദ്ദേശ സ്വയംഭരണ സീറ്റുകളാണുള്ളത്. ഇതിൽ 99 ഇടത്താണ് മുസ്ലിം ലീഗ് മത്സരിച്ചത്. അതിൽ 82 ഇടത്ത് വിജയിക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിവരം. ഏറ്റവും കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ വലിയൊരു വോട്ട് ഷെയർ മുസ്ലിം ലീഗിന് ഉണ്ട്. അത് മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികൾ, അത്രത്തോളം ജനപ്രതിനിധികളെ വിജയിപ്പിച്ചെടുക്കാൻ ലീഗിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് ജില്ലാ കമ്മിറ്റിയിൽ അവർ നടത്തിയത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 59 ജനപ്രതിനിധികളാണ് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലീഗ് 10 പഞ്ചായത്തുകളാണ് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ ഉള്ളത്. ഇതിൽ 8 പഞ്ചായത്തുകളും ഭരിക്കുന്നത് UDF ആണ്. അതിൽ 7 പഞ്ചായത്തുകളിലും മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റുമാരാണുള്ളത്. അത് മാത്രമല്ല, കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തായാലും മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് കൽപ്പറ്റ നിയോജക മണ്ഡലം ചോദിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്നുള്ള കാര്യം ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയെ അറിയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF-ഉമായി ചർച്ച നടത്താൻ കൂടി തയ്യാറാവുകയാണ് ഈ ഒരു സമയം. അത് നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ ടി സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രധാന പ്രശ്നമായി തന്നെ നിലനിൽക്കും. കാരണം കഴിഞ്ഞ 5 വർഷം, ഈ 5 വർഷത്തിന് മുമ്പ് കൽപ്പറ്റ നിയോജക മണ്ഡലം CPM-ന്റെ കയ്യിലായിരുന്നു. CPM-ന്റെ CK ശശീന്ദ്രൻ MLA ആയിരുന്നു 5 വർഷത്തിന് മുമ്പ്. അതിനുശേഷം കോൺഗ്രസ് സീറ്റ് തിരിച്ചെടുക്കുകയും കോൺഗ്രസ് അവിടെ മത്സരിച്ച് ടി സിദ്ദിഖ് CPM-ൽ നിന്നും ഒരു സീറ്റ് തിരിച്ചു പിടിക്കുകയും ചെയ്തിരുന്നു. ഇത്തവണയും കോൺഗ്രസിന് തന്നെയാണ് സീറ്റെങ്കിൽ ടി സിദ്ദിഖ് തന്നെയായിരിക്കും കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ അത്തരത്തിലൊരു സാധ്യത അവിടെ നിലനിൽക്കുമ്പോൾ മുസ്ലിം ലീഗ് ഒരു നിർണായകമായ നീക്കവുമായി മുന്നോട്ട് വരികയാണ്. മുന്നണി ചർച്ചയിൽ ഇത് കൃത്യമായിക്കൊണ്ട് തന്നെ ഉന്നയിക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ് മുസ്ലിം ലീഗ് ഈ ഒരു വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം വലിയൊരു പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ നേരിയ ഒരു സൂചനയൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. അപ്പോൾ ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുള്ള ഈ ഉന്നയിക്കുന്ന ഈ ഒരു അവകാശവാദം കൃത്യമായിക്കൊണ്ട് ഒരു വോട്ട് ഷെയർ, അല്ലെങ്കിൽ ഈ പഞ്ചായത്തുകളിലൊക്കെ തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ഘടകമാണ്. എല്ലാ കാലത്തും 3 നിയോജക മണ്ഡലമാണ് വയനാട് ജില്ലയിലുള്ളത്. ഈ 3 നിലവിൽ കോൺഗ്രസിന്റെ സീറ്റാണ്. വയനാട് ലോക്സഭാ മണ്ഡലം കോൺഗ്രസ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ഘട്ടങ്ങളും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് വരുന്നത്. അപ്പം ഇതിനു മുമ്പ് ജനതാദള് UDF-ന്റെ ഭാഗമായിരുന്ന സമയത്ത് കൽപ്പറ്റ സീറ്റ് ജനതാദളിന് വിട്ടുകൊടുത്തിരുന്നു. അപ്പോൾ വലിയ ഭൂരിപക്ഷമില്ലാത്ത, വോട്ട് ഷെയർ ഇല്ലാത്ത ജനതാദളിന് പോലും കൽപ്പറ്റ സീറ്റ് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാവുമ്പോൾ എന്തുകൊണ്ട് ഇത്രയധികം വിജയ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഇത്രയധികം ജനപ്രതിനിധികളെ വിജയിപ്പിച്ചെടുത്ത ലീഗിന് ഈ ഒരു സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറായിക്കൂടാ എന്നുള്ള ഒരു വിമർശനം കൂടി, അല്ലെങ്കിൽ അത്തരത്തിലൊരു അതൃപ്തി കൂടി ലീഗിന്റെ നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്.